അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ഈജിപ്ത് യാത്രയിൽ മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ മക്ബറ സിയാറത്തുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയം അപ്പോഴാണ് എനിക്ക് മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ ഒരു രസകരമായ ഒരു ചരിത്രം ഓർമ്മ വന്നു. അതായത് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈജിപ്തിലെ ഖാദി ഖുദാത്തായിരുന്നു. അതായത് ഖാദി ഖുദാത്ത് ഇന്നത്തെ ഒരു ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു പദവിയാണ്. ഖാദിമാരെ അല്ലെങ്കിൽ ജഡ്ജിമാരൊക്കെ നിയമിക്കാൻ പോലും പവറുള്ള അത്രയും ഉന്നതമായ ഒരു സ്ഥാനമാണ് ഖാദി ഖുദാത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ഈജിപ്തിൽ അതായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു ദിവസം അവർ അങ്ങാടിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. സ്വാഭാവിക ഖാദി ഖുദാത്ത് എന്ന് പറയുമ്പോൾ ഒരു മാന്യമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അങ്ങാടിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ അങ്ങാടിയിൽ ഒരു ചെറിയൊരു കടയിൽ ഒരു ജൂതൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജൂതനാണെന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട ആളാണ്. അയാൾ ഒരു എണ്ണ പരിപാടി ഉണ്ടാക്കും. അതായത് എണ്ണ ആട്ടുക, അത് പാക്ക് ചെയ്യുക, അത് സെയിൽ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളാണ്. സ്വാഭാവികമായിട്ടും അയാളുടെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണയിലാകെ കുതിച്ച് അങ്ങനെ കുതിർന്ന് നടക്കുക. അന്നത്തെ കാലമാണ്, എണ്ണക്ക് വലിയൊരു മൂല്യമില്ലാത്ത കാലഘട്ടത്തിൽ. അപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ മാന്യമായ ഡ്രസ്സ് ധരിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ ജൂതൻ എന്ത് ചെയ്ത് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ കണ്ടപ്പം വിളിച്ചു എന്നാണ്. അല്ല, നിങ്ങളെ പ്രവാചകൻ, നിങ്ങളെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്, മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ മുഅ്മിൻ്റെ ജയിലാണ് എന്നും കാഫിർ വിശ്വസിക്കാത്തവരുടെ സ്വർഗ്ഗമാണ് എന്നും പറയുന്ന ഒരു ഹദീസുണ്ട്. അപ്പോൾ ഈ ഹദീസ് വെച്ചിട്ടാണ് ഈ ജൂതൻ ചോദിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു ഹദീസില്ലേ? അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു, അതെ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഇതാണോ അതായത് ഇതാണോ നിങ്ങളെ ജയില് എന്ന് പറയുന്നത്? അതായത് മാന്യമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, ഇത് നിങ്ങളെ ജയില്, എൻ്റെ സ്വർഗ്ഗമാണ് ഇപ്പം ഈ കാണുന്നത്, ഇതാണോ എൻ്റെ സ്വർഗം എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ആ ഹദീസിൽ പറഞ്ഞത് ശരിയല്ലോ, അല്ലെങ്കിൽ ആ ഹദീസിൻ്റെ ഇതിൽ എനിക്ക് സ്വർഗ്ഗമല്ല കിട്ടേണ്ടത്, നിങ്ങൾക്ക് ജയിലുമാണ് കിട്ടേണ്ടത്, നമ്മൾ കാണുമ്പോൾ അങ്ങനെയല്ലോ ഫീൽ ചെയ്യുന്നുള്ള അർത്ഥത്തിൽ ആ ജൂതൻ ചോദിച്ചു എന്നാണ്. അപ്പോൾ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അത്രേ, അതായത് യഥാർത്ഥത്തിൽ ഞാൻ ജയിലിലും നീ സ്വർഗത്തിലുമാണ്. എങ്ങനെയാ വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ഉള്ള ഈ അവസ്ഥയിൽ ഞാനൊരു മുഅ്മിനായിട്ട് വഫാത്താവുകയാണ്, മരിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നൊരു ലോകമുണ്ട്, ഉന്നതമായ സ്വർഗവും അതേപോലെ ഒരുപാട് പ്രതിഫലമൊക്കെ കിട്ടുന്ന ഒരു ലോകമുണ്ട്. ആ ലോകം വെച്ച് നോക്കുമ്പം നോർമലി ഞാനെന്താണ്, ഇപ്പോൾ ജയിലിലാണ്. കാരണം അത്രയും സൗകര്യം എന്തില്ല, ഇവിടെ ഇല്ല, ഒരു ജയിൽ പോലെ കെട്ടിയിട്ടൊക്കെയാണ് എന്നോട്. നേരെ മറിച്ച് നിൻ്റെ അവസ്ഥ, നീ ഇപ്പോൾ ഒരു കാഫിറായിക്കൊണ്ട് ഇപ്പോൾ ഈ അവസ്ഥയിൽ നീ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? നരകവും തീയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നീ എങ്ങാനും അവിടെ ചെന്നാൽ നീ നിനക്ക് മനസ്സിലാവും എന്താണ്, നീ ഇപ്പോൾ ഉള്ള ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ നിനക്ക് തോന്നുന്ന ഈ സാധനം സ്വർഗ്ഗമായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാവും എന്ന് പറയുകയും ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ നടന്നു പോവുകയും ചെയ്തതാണ്. അപ്പോൾ അസ്ലമ ദാലിക്കൽ യഹൂദി എന്നാണ്. ആ ഒരു ഇതിൽ ആലോചിച്ചിട്ട് എന്ത് ചെയ്തു, ആ ജൂതൻ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അതായിരുന്നു മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ.